ഇടഞ്ഞ ആനയുടെ മുകളിൽ നിന്നും ആനക്കൊമ്പിൽ തലയിടിച്ച് ബോധരഹിതനായി വീണത് ആനയുടെ കാൽച്ചുവട്ടിൽ. നടുക്കും രക്ഷപ്പെടലിന്റെ ഓർമ്മ വിറ്റ്നസ് ന്യൂസിനോട് പങ്കുവച്ച് അസ്കർ. പാപ്പാനെ കുത്തിയും ചവിട്ടിയും കൊന്ന് കലിതുള്ളിയ ആനപ്പുറത്തു നിന്നും തലനാരിഴയ്ക്ക് ജീവനോടെ രക്ഷപ്പെട്ടതിന്റെ നടുക്കും ഓർമ്മയിലാണ് 3 യുവാക്കൾ. കൂറ്റനാട് ദേശോത്സവത്തിനിടെ ഇടഞ്ഞ് പാപ്പാൻ കുഞ്ഞിമോനെ നിലത്തിട്ട് കുത്തിക്കൊല്ലുമ്പോൾ ജീവിതത്തിനും മരണത്തിനും ഇടയിലായിരുന്നു ആനപ്പുറത്തിരുന്ന അസ്കറും ആദിലും സുഹൈലും. പാപ്പാന്റെ ജീവനെടുത്ത ശേഷം വാഹനങ്ങളും തകർത്ത് കലിപൂണ്ട ആനയുടെ മുകളിൽ നിന്നും ആദിലും സുഹൈലുമാണ് ആദ്യം ചാടി രക്ഷപ്പെടുന്നത്. ഒരാൾ വാഹനത്തിന് മുകളിലേക്കും മറ്റേയാൾ ആനയുടെ പുറകുവശത്തേക്കും ചാടിയാണ് രക്ഷപ്പെട്ടത്. ഇതിനിടെ ഏറ്റവും മുന്നിലിരുന്ന പെരിങ്ങോട് മതുപ്പുള്ളി സ്വദേശി മണിയാറത്ത് വീട്ടിൽ അസ്കർ വീണത് ആനയുടെ മുൻവശത്തെ കാൽച്ചുവട്ടിലേക്കായിരുന്നു. വീഴ്ചയ്ക്കിടെ ആനയുടെ കൊമ്പിൽ തലയിടിച്ചതോടെ പാതിബോധം നഷ്ടമായാണ് ആനയുടെ കാൽച്ചുവട്ടിലേക്ക് അസ്കർ വീഴുന്നത്. ഇതോടെ കാഴ്ചക്കാരും രക്ഷാപ്രവർത്തകരുമെല്ലാം ഒരു നിമിഷം സ്തബ്ധരായി. അസ്കറിനെ മുൻകാലുകൊണ്ട് തട്ടിയ ആന തുമ്പിക്കൈ കൊണ്ട് മണം പിടിച്ച ശേഷം തിരിഞ്ഞു നടക്കുകയായിരുന്നു. സംഭവത്തിന്റെ നടുക്കും ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആന തിരിഞ്ഞു നടന്നതോടെ ഉടൻ തന്നെ ആളുകൾ അസ്കറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ പരിശോധനയിൽ ഗുരുതര പരിക്കുകൾ ഏതുമില്ലാതിരുന്നതിനാൽ അസ്കർ വീട്ടിലേക്ക് മടങ്ങിയെത്തി. കൂറ്റനാട് വലിയ പള്ളി പരിസരത്ത് നിന്നുമാണ് സുഹൃത്തുക്കളായ മൂവരും ആനപ്പുറത്ത് കയറുന്നത്. ഞങ്ങൾ സ്ഥിരമായിട്ട് ആനപ്പുറത്ത് കയറുന്ന തന്നെയാണ്. പിന്നെ കൂറ്റനാട് ദർശനക്ക് ഇപ്പോൾ ഞങ്ങൾ പള്ളിയുടെ അവിടെ നിന്നാണ് ആനപ്പുറത്ത് കയറിയത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ സെൻട്രലെത്തുമ്പോൾ ഇറങ്ങാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇറങ്ങട്ടെ ചോദിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ, അവസാനിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ പോന്നിട്ട് പിന്നെ നമ്മുടെ വട്ടനാസ്കുളം റോഡിന് ആന കയറി. അവിടെ എത്തിയപ്പോൾ ആന പാപ്പാനെ തട്ടി മാറ്റിയിട്ട് കുത്തിയിരുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവർക്ക് ബാക്കിലുള്ള പയ്യന്മാർ ആദിലും പിന്നെ സുഹൈലുമായിരുന്നു. ഇവർക്ക് തല ഇറങ്ങിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ മുറുക്കി പിടിച്ചിരുന്നോ കുഴപ്പമില്ല, ഒക്കെ കഴിഞ്ഞിട്ട് സേഫാണ്. പിന്നെ ഒരു വണ്ടി വന്നു. വണ്ടിയുടെ ഭാഗത്ത് എത്തിക്കുമ്പോൾ ഞങ്ങൾ വണ്ടി നമുക്ക് ചാടിക്കോ, അത് സേഫ് പ്രശ്നം, വണ്ടി നമുക്ക് ചാടിക്കോ പറഞ്ഞതിൽ ചാടിൻ്റെ ഇടയിൽ ഞാനും വീണു. ഞാൻ വീണതിൽ എൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ആനയുടെ കൊമ്പ് കെട്ടി സ്പോട്ടിൽ എൻ്റെ എന്താ പറയുക ബോധം പോയി. ആന എൻ്റെ അടുത്ത് വന്നിട്ട് കാലുകൊണ്ട് ഈ സൈഡിൽ തട്ടിയിട്ട് തന്നെ നീക്കി, 2 തട്ടിയിട്ട് നീക്കിയിട്ട് പിന്നെ ആന തുമ്പിക്കണ്ട് പിന്നെ അത് ജസ്റ്റ് ഒന്നിങ്ങനെ മണത്തൊക്കെ എന്തോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആന തിരിഞ്ഞു പോകേണ്ടായത്. തിരിഞ്ഞ ഗ്യാപ്പിലാണ് പിന്നെ ബാക്കിയുള്ളവരെ വലിച്ചിട്ട് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ആനപ്പുറത്ത് കയറുന്നത്. അപ്പോൾ പാപ്പനെ കുത്തണ കണ്ടപ്പോൾ അവൻ പറഞ്ഞു എന്നോട് കണ്ണടിച്ചിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനായിരുന്നു. പിന്നെ ചാൻസ് കിട്ടിയപ്പോൾ ഞങ്ങളെടുത്ത് ചാടിയത്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം പേടിച്ചിട്ടായിരുന്നായിരുന്നു. മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.